നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നന്ദന മോളുടെ രംഗപൂജയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മറ്റ് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഇത്. ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ ഒരു ഡാൻസ് പ്രോഗ്രാം കാണാൻ ഒരുപാട് പേര് ചാനൽ വഴി അറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അല്ലാതെ നമ്മളെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിലൊരുപാട് സന്തോഷവും ഒരുപാട് നന്ദിയും. കാര്യം അത്ര എഫേർട്ട് ഇട്ട് നമ്മുടെ ആ ഒരു ഡാൻസ് പ്രോഗ്രാം കാണാൻ അവിടം വരെ വന്നതിൽ ഒരുപാട് പേരും ദൂരെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അന്ന് നല്ലയും തിരക്കായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് നിന്ന് സംസാരിക്കാനോ ഒരുപാട് നേരം എല്ലായിടത്തും മിണ്ടാനോ ഒക്കെ ടൈം അല്ലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് സ്ലോട്ട് കിട്ടിയത് ഉച്ചയ്ക്കാണ്. അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ കാണുമോ. പിന്നെ ഗുരുവായൂരായതുകൊണ്ട് ഒരുവിധം കാണുമെന്ന് അറിയാം. പക്ഷെ അന്ന് നല്ല ക്രൗഡായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അന്നത്തെ നമുക്ക് നന്ദന മോളുടെ ഡ്രസ്സിങ്ങും മേക്കപ്പും ഡാൻസും പേരൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന അഭിപ്രായങ്ങളും എല്ലാം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ നന്ദന മോള് എത്തിയിട്ടുണ്ട്. എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്, പരിചയപ്പെടുത്ത്. ആലപ്പുഴയിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഓൺലൈൻ ബാച്ചിലെ ആട്ടോ, മിടുക്കിയായിട്ട് ചെയ്യും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നന്നായിട്ട് ചെയ്യില്ലേ? നമ്മൾ ആദ്യം ഹെയർ കെട്ടാനാണ് പോകുന്നത്. ആണ് നമ്മുടെ നന്ദനക്കുട്ടിയുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടമായോ മക്കൾക്ക്? ആൾ ഓൺലൈൻ ആയതുകൊണ്ട് ഡ്രസ്സ് ഓർണമെന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത്. അപ്പൊ ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ലേ? ലുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാവോ? സുന്ദരി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരിക്കൊണ്ട് എന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സുന്ദരി ആയിരിക്കും അല്ലേ? ഇഷ്ടമായില്ലേ? തെറ്റിക്കോ സ്റ്റേജിൽ കയറി? ഇല്ല, തെറ്റിക്കത്തില്ലെന്നാ പറഞ്ഞ. ഏതൊക്കെയോ പോഷൻ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ, മക്കള് ധൈര്യമായിട്ട് കളിച്ചു, ഒരു കുഴപ്പമില്ല. ആൾക്കാരൊക്കെ അടുത്തടുത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നേരെ നോക്കിയാൽ കളിച്ചാൽ മതി, കളിക്കാൻ ഒക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേദിയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ വേദിയിൽ വെച്ചുള്ള നമ്മുടെ രംഗപൂജ കഴിഞ്ഞു. അതോടൊപ്പം ഞങ്ങളുടെ ഡാൻസും ഞങ്ങളുടെ ജൂനിയർ മക്കളുടെ ഡാൻസും എല്ലാം കഴിഞ്ഞ് ചിരിച്ചേനും. ടെൻഷൻ കാരണം സ്റ്റേജിലും ഇത്തിരി കുറവായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും നന്നായിട്ട് കളിച്ചു. ആദ്യത്തെ വേദിയല്ലേ, അപ്പം അതിൻ്റെതായ ടെൻഷനൊക്കെ കാണും. ഈ സമയത്ത് ഞങ്ങൾക്കും സഹിതം ടെൻഷൻ ഉണ്ടായിരുന്നു. അത്രയും നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ മിക്കുള്ളവർക്ക് അറിയാലോ. അപ്പൊ അതിൻ്റെതായ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്. എന്നാലും നല്ലതായിട്ട് അറ്റൻഡ് ചെയ്തു എന്നാണ് ടീച്ചറിന്റെ വിശ്വാസം. നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ അരങ്ങേറ്റം കഴിഞ്ഞത് ബേസ് ചെയ്ത് നമ്മൾ നന്ദന മോളുടെ അഭിപ്രായം ചോദിച്ചു. ഇച്ചിരി ആദ്യത്തെ ദിവസം ഒരു നാണം ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പേരൻസിൻ്റെ അവിടെ ഒന്ന് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മളെ പോലെ തന്നെ അവർ നല്ല ടെൻഷനിലാണ്. ഈ സമയത്ത് ഇറങ്ങുമോ, എല്ലാം കൊണ്ടും നല്ല ടെൻഷനാണ്. അപ്പം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നന്ദനയുടെ അമ്മ എന്ന് വരുമോ? അച്ഛനും വായോ? ഓക്കെ, ആരാ പറയുന്നേ? ആരാ പറഞ്ഞോളൂ. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദി ഞങ്ങൾക്ക് ലഭിച്ചതിൽ. ഞങ്ങളുടെ മകൾക്ക് അതിൽ വളരെ ക്ലിയറായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്.
അവളെ അതിന് പ്രാപ്തമാക്കിയ നിത്യതയുടെ എല്ലാ ടീച്ചേഴ്സിനും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖ അറിയിച്ചു കൊടുക്കുന്നു. നന്ദിനിയുടെ അമ്മ ഞങ്ങള് നിത്യയുടെ ഓൺലൈൻ ഫസ്റ്റ് ബാച്ചിലെ കുട്ടിയാണ്. പക്ഷെ ഒക്ടോബർ ആകുമ്പോൾ 3 വർഷം തുടങ്ങുവാണ്. അതെ അതെ 3 വർഷമാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് എന്താ പറയാ അല്ല ഇതുവരെ അവരെ ഞങ്ങൾ ഇതുവരെ ടീച്ചർമാരെ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. അവർക്ക് ക്ലാസ് എങ്ങനെയാണെന്ന് അറിയില്ല, ഓൺലൈനിലുള്ള പരിചയമുള്ളൂ. അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കുഴപ്പമില്ല, ഇച്ചിരൊക്കെ ഇതുണ്ട്, എന്നാലും നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് എല്ലാവരോടും, എല്ലാ ടീച്ചേഴ്സിനോടും, പ്രത്യേകിച്ച് ശാലിനി ടീച്ചറിനോടും ഇങ്ങനെ ഒരു ഓൺലൈൻ വേദി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതെ അതെ തീർച്ചയായും. ഗുരുവായൂരപ്പന്റെ നടയില് ഇങ്ങനെ ഒരു അവസരം ഗുരുവായൂരപ്പൻ തന്നെ ഒരുക്കി തന്നതിന് അതിനും വളരെയധികം നന്ദി. അതെ, നമ്മളിപ്പോ മോളെ കണ്ടിട്ട്, മോളെ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിൽ കണ്ടതാണ്, ഇപ്പൊ 9ആയി. അപ്പൊ ഇത്രയും വർഷമായി, ഇപ്പം ഇതുവരെ നേരിട്ട് കണ്ടില്ല. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് ഓൺലൈനായിട്ട് കാണാൻ, അവരൊക്കെ നമ്മളെ കാണാനും നമുക്ക് അവരെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ മോളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതോടൊപ്പം എന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ 6 പേര് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മോളെ. അപ്പൊ എല്ലാവരുടെ അനുഗ്രഹം എന്തായാലും കൂടെ ഉണ്ടായി, പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ ഇത് സന്തോഷകൻ തന്നെയാണ് ആദ്യത്തെ ഗുരു. അതെ അതെ ടീച്ചറാണ് ആദ്യത്തെ ഗുരു എന്ന് പറയുമ്പോ അതില് വേറെ ആർക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിലധികം സന്തോഷം. അതെ അതെ ആക്ച്വലി നന്ദനയുടെ അമ്മയ്ക്ക് ഇത്തിരി സന്തോഷക്കണ്ണീരാണ് ഇത്. നമുക്ക് ഈ ഗുരുവായൂർ സന്നിധിയിൽ വന്ന് ചെയ്യുന്ന അത്രയും പുണ്യമായ ഒരു കാര്യത്തിന് ഇപ്പോഴാണ് സമയം വന്നെത്തിയതല്ലേ. അതെ, അതിന്റെ എല്ലാവിധ സന്തോഷം എനിക്കുണ്ട്, കൂടെയുള്ള എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ കാണുക. അതുവരേക്കും, അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ. ടാറ്റോട് ടാറ്റാ.